ഞാൻ റേഡിയോ ജോക്കിയായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു. ആ സമയത്ത് ഓഡീഷനുകളിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് എൻ്റെ സ്ഥിരം പരിപാടിയായിരുന്നു. സിനിമയിലേക്ക് എത്തുക എന്ന് തന്നെയായിരുന്നു എൻ്റെ ഉദ്ദേശം, ജോലി ചെയ്തുകൊണ്ട്. അപ്പം അങ്ങനെയുള്ള സമയത്ത് ഓഡീഷനിൽ പോകുമ്പോൾ ആ കാലത്ത് ഇന്നത്തെ പോലെ ഇൻസ്റ്റാഗ്രാം വന്നിട്ടില്ല, ഫേസ്ബുക്ക് ഉണ്ട്. ഈ ട്രെൻഡിങ് എന്ന് പറയുന്നത് ഇന്നത്തെ പോലെ കണ്ടൻറ്റുകൾ ചെയ്യുക, അതുപോലെ തന്നെ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. അധികം ഉണ്ടാവുന്നത് ഡബ് സ്മാഷാണ്. ഡബ് സ്മാഷ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, സിനിമയിലെ വോയിസ് എടുത്തിട്ട് അതിന് കണക്കായിട്ട് അഭിനയിക്കുക, ചുണ്ടനൊക്കെ അഭിനയിക്കുന്ന പരിപാടി. ടിക്ടോക്ക് എന്ന് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. അപ്പോൾ ഈ ഓഡീഷന് പോകുമ്പോൾ പലപ്പോഴും ആളുകൾ അതിലേക്ക് തിരഞ്ഞെടുക്കാൻ വേണ്ടി ഇത്തരം ഡബ് സ്മാഷ് വീഡിയോസാണ് ഡയറക്ടേഴ്സിന് അയച്ചു കൊടുക്കാറുള്ളത്. അപ്പോൾ അവരത് നല്ലത് നോക്കിയിട്ട് കൊള്ളാലോ എന്ന് പറഞ്ഞിട്ട് അവർ നന്നായിട്ട് പെർഫോം ചെയ്യുന്നവരെ ക്ഷണിക്കാറുമുണ്ട്. ഞാനൊരു സിനിമയുടെ ഓഡീഷന് പോയപ്പോൾ അതിലൊരു പെൺകുട്ടിയുടെ കുറേ വീഡിയോസ് എല്ലാം ഒന്നിനൊന്ന് മെച്ചം, അതായത് നന്നായിട്ട് പെർഫോം ചെയ്യുന്നു ഈ ടിക്ടോക്ക് ഡബ് സ്മാഷ് പരിപാടിയിലൂടെ. അങ്ങനെ ആ കുട്ടിയെ നായിക തുല്യമായ കഥാപാത്രത്തിലേക്ക് ആ സംവിധായകൻ തിരഞ്ഞെടുത്തു. കാരണം അദ്ദേഹത്തിന് ആ കുട്ടിയുടെ രൂപം കഥാപാത്രത്തിന് ഇണങ്ങുന്നതായിട്ട് കണ്ട മാത്രയിൽ തന്നെ തോന്നി. രണ്ടാമത് ഇത്രയും പെർഫോം ചെയ്യുന്നുണ്ട് വീഡിയോയിൽ, പിന്നെ എന്ത് നോക്കണം. അങ്ങനെ ആ കുട്ടിയോട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവിടെ ഒരു ക്യാമ്പൊക്കെ തുടങ്ങി. ആ ക്യാമ്പിൽ അവരെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയിൽ അഭിനയിക്കേണ്ട രംഗങ്ങൾ പറഞ്ഞു കൊടുത്ത് അഭിനയിക്കാൻ പറഞ്ഞു. അപ്പോൾ ആ കുട്ടി ആ സമയത്ത് ചോദിക്കുകയാണ്, അല്ല ഇതിൻ്റെ ഓഡിയോ എവിടെ? ഓഡിയോ തന്നു കഴിഞ്ഞാൽ എനിക്ക് അഭിനയിക്കാൻ പറ്റും. അപ്പോൾ ഡയറക്ടർ പറഞ്ഞു, ഓഡിയോയോ? എനിക്കിങ്ങനെ ഓഡിയോയുടെ മുകളിൽ ലിപ്പ് ചലിപ്പിച്ച് അഭിനയിക്കാനേ പറ്റും, എനിക്ക് അല്ലാതെ അഭിനയിക്കാൻ എനിക്കാവുന്നില്ല. ഒന്ന് ശ്രമിച്ചു നോക്കൂ. കുറേ ശ്രമിച്ചു, പക്ഷെ ആ കുട്ടിക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല. അന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെ ചിന്തിച്ച ആളുകളുണ്ടായിരുന്നു. കാരണം ഇന്നൊക്കെ ഗംഭീര കണ്ടൻറ്റുകൾ ചെയ്യുന്ന, ഗംഭീര പെർഫോമൻസ് നടത്തുന്ന, പ്യുവറായിട്ട് പല പരിപാടികളും ചെയ്യുന്ന ഒരുപാട് ആളുകൾ സിനിമയിലേക്ക് അവർക്ക് ഓപ്പൺ ടിക്കറ്റായിട്ട് ഒരു എൻട്രി കിട്ടുന്നുണ്ട്. അതിന് മുമ്പുള്ള വർഷങ്ങൾക്ക് മുമ്പാണെങ്കിൽ, കുറേ വർഷങ്ങൾക്ക് മുമ്പാണെങ്കിൽ സിനിമയിലെത്താനുള്ള ഏക മാർഗം എന്ന് പറയുന്നത് മിമിക്രി ആയിരുന്നു. അതായത് ഇപ്പോൾ ഫാസിൽ സാറാവട്ടെ, നെടുമുടി വേണു സാറാവട്ടെ, കൊച്ചിൻ ഹനീഫ് സാറാവട്ടെ, ഇവരൊക്കെ മിമിക്രിയിലൂടെ വന്ന ആളാണ്. മമ്മൂക്ക, അങ്ങനെ ഒരുപാട് പേര്. പിന്നെ കലാഭവൻ്റെ ഉദയം വന്നു. കലാഭവനിൽ വന്ന് പെർഫോം ചെയ്യുന്ന ഗംഭീരമായിട്ടൊരു സ്റ്റേജ് ഷോയുടെ കാസറ്റ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പെർഫോം ചെയ്യുന്ന ആൾ ഉറപ്പായിട്ടും വളരെ അടുത്ത് തന്നെ സിനിമയിലേക്കൊന്ന് വരാറുണ്ടായിരുന്നു. മിമിക്രി എന്ന കഴിവിന് അത്രയ്ക്കും ഒരു ടാലൻ്റ് ഉണ്ട്. ആ മിമിക്രി ആർട്ടിസ്റ്റുകൾക്കുള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ആക്ടർ എന്ന വാക്കിലെ ഓ എന്ന അക്ഷരം ഒബ്സർവേഷനെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു മിമിക്രി ആർട്ടിസ്റ്റിന് നല്ല ഒബ്സർവേഷൻ സ്കില്ലുണ്ടാവും. അവരൊക്കെ പിൽക്കാലത്ത് ഇപ്പോൾ നമുക്കറിയാവുന്ന കാര്യമാണ്. നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നാഷണൽ അവാർഡ് കിട്ടിയ മലയാളത്തിലെ താരങ്ങൾ വരെ മിമിക്രി ആർട്ടിസ്റ്റുകളായിട്ട് വന്ന ആളുകളാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്കൊക്കെ ഏറെ ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട താരങ്ങളുടെ മിമിക്രി പെർഫോമൻസുകളാണ്. ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്ന എനിക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള വീഡിയോസാണ്. നിങ്ങളുടെ വീഡിയോസ് ഏതാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിനിടയിൽ ഒരു കാര്യം ഞാൻ ഓർക്കുന്നു, ഞാനും ഒരു മിമിക്രി ആർട്ടിസ്റ്റാണ് എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമാണുള്ളത്. കാരണം ഞാൻ സ്കൂൾ കോളേജുകൾ മുതൽ ശബ്ദം അനുകരിച്ച് തുടങ്ങിയിട്ടാണ് കലാരംഗത്തേക്ക് വരുന്നത്. കാപ്പി 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 ടീ കാപ്പി വടായി സംശയിക്കേണ്ടത് ഞാൻ തന്നെയാണ്. കോളേജിൽ പഠിക്കുമ്പോൾ ഫണ്ട്സ് അപ്പോൺ ആയിട്ട് എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. ഓടിച്ചാടി നമുക്കിന്ന് ആ വീഡിയോസിലേക്ക് പോവാം. ഇതിൽ ഞാൻ ആദ്യം നിങ്ങൾക്ക് വേണ്ടി പ്ലേ ചെയ്യാൻ പോകുന്ന വീഡിയോ എൻ്റെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഈ വീഡിയോ ഞാൻ വളരെ അടുത്താണ് കേട്ടുകൊണ്ടത്. കാരണം ഇദ്ദേഹം മലയാള സിനിമയിൽ അഭിനയം, തിരക്കഥ, സംഭാഷണം, സംവിധാനം എല്ലാം ചെയ്യുന്ന ഒരു ബഹുമുഖ പ്രതിഭയായിരുന്നു ഇദ്ദേഹം. അങ്ങനെ മിമിക്രി ചെയ്യുന്ന, ശബ്ദം അനുകരിക്കുന്ന, താരങ്ങളുടെ ശബ്ദം അനുകരിക്കുന്നത് നമ്മളങ്ങനെ സ്റ്റേജ് പെർഫോമൻസിലൊന്നും കണ്ടിട്ടില്ല. പക്ഷേ ഇദ്ദേഹം മിമിക്രി വഴിയാണ് ഗംഭീരമായിട്ട് ശബ്ദമൊക്കെ അനുകരിച്ചിട്ടാണ് വന്നത് എന്നുള്ള വായിച്ചിട്ടുള്ള അറിവും കേട്ടറിവൊക്കെ നമുക്കുണ്ടായിരുന്നു. അങ്ങനെ ഒരു വീഡിയോ ആണ് എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. മലയാളികളുടെ പ്രിയപ്പെട്ട സംവിധായകൻ പത്മനാഭൻ സാറിൻ്റെ മകൻ അനന്ത പത്മനാഭൻ സാറും നമ്മുടെ മാല പാർവതി ചേച്ചിയും അഭിനേത്രി, അവരുടെ ഒരു ഇൻ്റർവ്യൂവിലാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു മിമിക്രി പെർഫോമൻസ് കാണാൻ സാധിച്ചിരിക്കുന്നത്. കന്ന് കാണിക്കുന്നത് ഒരു 2000 രൂപ ഉണ്ടായിരുന്നെങ്കിൽ പെർഫോമൻസ് കാണാം. നീർത്താടോ ജാക്സൺ തുറൈ என்பவனோ கிஸ்தி திரை வரி வட்டி வேடிக்கை வானம் பொழிகிறது பூமி விளைகிறது உனக்கு என் கொடுப்பது கிஸ்தி. എന്താ പെർഫോമൻസ്! எட்டம் இறைத்தாயா, நீர் வைத்த நெடுமைகள் திரைய கண்டாயா, நாத்து நட்டாயா, கிளை பறித்தாயா, கழனி வாழ உழவர்க்கு கஞ்சிக்களம் சுமந்தாயா, அங்கு கொஞ்சம் விளையாடும் செங்குல பெண்களுக்கு மஞ்சள் அறக்க பணிபுரிந்தாயா, அல்லது மாமனா மச்சானா பாரம் கெட்டவரை எதற்கு கேட்கிறாய் வரி, யாரை கேட்கிறாய் திரை? புகழெடுத்து நிற்குமிக்கும் மேடை நாட்டு உணர்வு கூட்டம்.
ജാതി പെർഫോമൻസ് ഉള്ള കൊച്ചിൻ ഹനീഫ സാറിന്റെ ഈ വീഡിയോ ഇപ്പോൾ ആളുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു, ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത വീഡിയോ എന്ന് പറയുന്നത് മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട മറ്റൊരു താരം. ഇദ്ദേഹം നാടക കുടുംബത്തിൽ നിന്ന് വന്നതാണ്. പക്ഷെ അദ്ദേഹം ഗംഭീര മിമിക്രി ആർട്ടിസ്റ്റുമാണ്. കോളേജ് തലത്തിലൊക്കെ യൂണിവേഴ്സിറ്റി തലങ്ങളിലൊക്കെ സമ്മാനങ്ങളൊക്കെ നേടിയിട്ടാണ് സിനിമയിലേക്ക് വരുന്നത്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ അങ്ങനെ ഒരു സ്റ്റേജിലൊന്നും നമ്മളങ്ങനെ അദ്ദേഹം ശബ്ദം അനുകരിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. സ്കിറ്റുകളൊക്കെ നന്നായിട്ട് ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹം ആദ്യകാലത്ത് അഭിനയിച്ചൊരു സിനിമയിൽ ഇദ്ദേഹം ഗംഭീരമായിട്ട് മിമിക്രി ചെയ്യുന്നുണ്ട്. നമുക്കത് കാണാം. അപ്പോൾ ആ മിമിക്രി നിങ്ങൾ കാണുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു 80s തുടക്കത്തിലുള്ള അല്ലെങ്കിൽ 70s അവസാനമൊക്കെ വരുന്ന സമയത്തുള്ള ശബ്ദാനുകരണ കലയാണ്. ഉദാഹരണത്തിന് ഇദ്ദേഹം കമലഹാസനെയും ജയനെയും സുകുമാരനെ അനുകരിക്കുന്നുണ്ട്. ഞാനത് വാച്ച് ചെയ്തപ്പോൾ സത്യം പറഞ്ഞാൽ പക്ക പെർഫെക്റ്റ് ആയിട്ടാണ്. അന്നത്തെ ആ ശബ്ദമാണ്. അപ്പം അതാണ്, വേറെ ആരുമല്ല, നമ്മുടെ മുകേഷ് ഏട്ടനാണ് മിമിക്രി ചെയ്യുന്നത്. പ്രഥമ രാത്രിയിൽ പാലും കൊണ്ട് വന്നിരിക്കുക. പ്രഥമ രാത്രിയിലെ പാല് കുടിച്ചാണ് എനിക്ക് കാണുമെന്ന് അവൾ അറിയുന്നില്ല. കറക്റ്റ്, ആ പഴയ കമലഹാസൻ, മലയാളം സിനിമയിൽ മലയാളത്തിൽ പറഞ്ഞ് അഭിനയിക്കുന്ന കമലഹാസൻ. അടുത്തത് നിന്നെ എന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല. എങ്കിലും സുകുമാരനൊക്കെ ആരോ സംസാരിക്കുന്നത് പോലെ എന്തു പറയണം എന്നെനിക്ക് അറിഞ്ഞുകൂടാ. വേണ്ട, നീയും നിന്റെ അച്ഛനും ചേർന്ന് ഞാൻ ബോറാക്കി കാണിക്കുന്നില്ല. ഗംഭീരം. ഇത് ഞങ്ങളുടെ കഥ, അങ്ങനെ ഒരു സിനിമയിലാണ് ഇദ്ദേഹം ഇതിൽ പെർഫോം ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് വേറൊന്നുമില്ല, ഈ മിമിക്രി ആർട്ടിസ്റ്റ്, അതായത് മിമിക്രി ആയിട്ട് ചെയ്തിട്ട് തന്നെയാണ് സിനിമയിലെത്തിയത്. സിനിമയിലെ സൂപ്പർ താരങ്ങളിലുള്ള ഒരാളായ ആളാണ് നമ്മുടെ പ്രിയപ്പെട്ട ജയറാമേട്ടൻ. അദ്ദേഹത്തിൻ്റെ ഫേവറേറ്റ് മിമിക്രി എനിക്ക് എപ്പോഴും പ്രേം നസീറാണ്. ഈടോ വർമ്മേ, നിന്റെ മുഖത്ത് നോക്കി എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈടാ, നിന്റെ തന്തയല്ലടാ എന്റെ തന്ത. ഇനി അടുത്ത വീഡിയോ എന്ന് പറയുന്നത്, ഇദ്ദേഹം ഒരുപാട് താരങ്ങൾ അനുകരിക്കും, പാട്ട് പാടും, അതുപോലെ തന്നെ 2 ശബ്ദത്തിൽ, സ്ത്രീ പുരുഷ ശബ്ദത്തിലൊക്കെ പാട്ടൊക്കെ പാടും, സ്കിറ്റിലൊക്കെ ഗംഭീരമായിട്ട് പെർഫോം ചെയ്യും. നല്ലൊരു അഭിനേതാവുമായിരുന്നു. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ നല്ലൊരു പെർഫോമൻസ് വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇദ്ദേഹത്തെ നമുക്ക് നഷ്ടപ്പെട്ടത്. പ്രിയപ്പെട്ട നവാസ് ഖാൻ. എനിക്ക് അദ്ദേഹം മാളാരവിന്ദനെ ചെയ്യുന്നത് കാണുമ്പോൾ ഭയങ്കരമായിട്ട് ഞാനത് ആസ്വദിക്കാറുണ്ട്. എൻ്റെ ഫേവറേറ്റ് അദ്ദേഹത്തിൻ്റേത് മാളാരവിന്ദനാണ്. അതൊന്ന് കണ്ടു നോക്കാം. അയ്യോ 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 മറിയം റഷീദേ, ഓക്കെ, അദ്ദേഹത്തിൻ്റെ വിയോഗം ഇപ്പോൾ നമ്മളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചൊരു കാര്യം അദ്ദേഹത്തിൻ്റെ വിയോഗമാണ്. ഇനി നമ്മുടെ പ്രിയപ്പെട്ട അബീക്കയുടെ മിമിക്രി കാണാതെ പോയാൽ അങ്ങനെയാണ്. അബീക്കയുടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പെർഫോമൻസ് ഉണ്ട്. അത് ടി.ജി. രവിയുടെ ശബ്ദം ചെയ്താണ്. എന്റെ അഭിമാനത്തിന് ക്ഷതം തട്ടുന്ന രീതിയിലുള്ള എന്തെങ്കിലും നടപടിയാണ് നിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നെങ്കിൽ. കൂടെ നിൽക്കുന്ന ജയസൂര്യ, അദ്ദേഹം എത്ര ആസ്വദിക്കുന്നു, സിദ്ദിഖ് സാറൊക്കെ അല്ലേ. ഇനി അടുത്ത വീഡിയോയിലേക്ക് പോകാം നമുക്ക്. അടുത്ത വീഡിയോ എനിക്ക് വളരെ വളരെ ഇഷ്ടമുള്ള മിമിക്രി ആർട്ടിസ്റ്റ്. നല്ല എന്താ പേര്? കാർത്തുമ്പി. ആര് കാരത്തുപ്പി? ആരും കാർത്തുപ്പിയൊന്നുമില്ല, എന്റെ പേരാ ഞാൻ പറഞ്ഞത്, കാർത്തുമ്പി. അടുത്ത വീഡിയോയിലേക്ക് പോവാം. നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട, നമ്മുടെ കുട്ടിക്കാലത്ത് ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ച, മിമിക്രിയിലൂടെ ചിരിപ്പിച്ച താരം, ഇന്ന് നല്ല നല്ല കഥാപാത്രങ്ങളൊക്കെ ചെയ്ത സിനിമയിൽ അടിപൊളിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ നമ്മുടെ കോട്ടയം നസീർക്ക. അപ്പം അദ്ദേഹത്തിൻ്റെ ജനാർദ്ദൻ്റെ ശബ്ദം നോക്കുന്ന കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. 36 കൊല്ലമായടാ മനസ്സേ ഞാൻ പോലീസിൽ. ഇതിൻ്റെ ഇടയിൽ വേണ്ടതും വേണ്ടാത്തതുമായി ഒരുപാട് ചെറ്റത്തരങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും തന്നെ റിഗ്രറ്റ് ചെയ്തിട്ടില്ലടാ. 2 ദിവസം കഴിഞ്ഞ് ഞാൻ സർവീസിൽ നിന്നും റിട്ടയറായി DYSP മെഡൽ മേടിച്ച് പണിയിറങ്ങുമ്പോൾ ജോർജ് സാറ് പഴയ ജോർജ് സാറ് തന്നെയാടാ. ഇനി അടുത്ത മിമിക്രി എന്ന് പറയുന്നത് അമിതാഭ് ബച്ചൻ്റെ ശബ്ദം. അത് ഒരുപാട് പേര് ചെയ്യാറുണ്ട്. അബീക്കൊക്കെ ഗംഭീരമായിട്ട് ചെയ്യാറുണ്ട്. ഇദ്ദേഹം അമിതാഭ് ബച്ചൻ്റെ ശബ്ദം നന്നായിട്ട് ചെയ്യും കേട്ടോ. അടുത്തായിട്ടുള്ള വീഡിയോ എന്ന് പറയുന്നത് മലബാർ മേഖലയിലുള്ളൊരു പ്രശസ്തനായ മിമിക്രി ആർട്ടിസ്റ്റാണ്. നമ്മൾ ഒരുപാട് ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. സിനിമയിലൊക്കെ അദ്ദേഹം സജീവമാണ്. ശിവദാസ് മട്ടന്നൂർ, അദ്ദേഹത്തിന് മിമിക്രി കാണാം. ഇന്നലെ നിന്റെ സിനിമ ഞാൻ TV കണ്ടായിരുന്നു. കൊള്ളാം.
പക്ഷെ അതിലും നീ കള്ളനായിരുന്നല്ലോ. ഈ മോഹൻലാലിന് കേണൽ പദവി കിട്ടിയതേ ഒരുപാട് സിനിമയിൽ കേണലായി അഭിനയിച്ചപ്പോഴാ. അതുപോലെ കോട്ടയം പ്രതിവിന് വളരെ ഗംഭീരമായിട്ടാണ് അദ്ദേഹം ചെയ്തതല്ലേ. ഇനി നമുക്ക് ഇന്നത്തെ മിമിക്രിയിൽ ഇന്നത്തെ എന്താ പറയണ്ടത് താരം എന്ന് തന്നെ പറയാം. മഹേഷ് കുഞ്ഞുമോൻ്റെ മിമിക്രി ഇല്ലാതെ എപ്പിസോഡ് പൂർത്തിയാകുന്നത് ശരിയല്ല. നമുക്ക് മഹേഷ് കുഞ്ഞുമോൻ്റെ ഒരു അടിപൊളി മിമിക്രിയാണ്. ഹീറോമാരെ കണ്ടുപിടിക്കാൻ ലളിത ചേച്ചിക്ക് അത് അനുഭവം അറിയാം. പ്രേംനസീർ സാർ സെറ്റിൽ വരുന്ന ചിലർ അറിയാറില്ല. പ്രേംനസീർ സാർ വെയിറ്റ് ചെയ്യുന്ന വലിയ വിഷയമൊന്നുമല്ല, അത് കാത്തിരിക്കുന്നതിന് പരുവപ്പെടാറില്ല. കുഞ്ഞുമോനാണ് ഇന്നത്തെ മിമിക്രിയിൽ ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ഒരു പുതിയ ട്രെൻഡ് കൊണ്ടുവന്നത്. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ പെർഫെക്ഷൻ അല്ലേ, ഡെഡിക്കേഷൻ ഭയങ്കര സമ്മതിക്കേണ്ടതാണ്. പക്കയായിട്ടാണ് അദ്ദേഹം മാക്സിമം ഒരു 99% ഇല്ലാതെ അദ്ദേഹം വോയിസ് ചെയ്യുന്നത് കണ്ടിട്ടില്ല. അതുപോലെ കുറേ താരങ്ങളുണ്ട് ഇന്ന് മിമിക്രി ചെയ്തുകൊണ്ടിരിക്കുകയും സിനിമയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആളുകൾ. എന്തായാലും മിമിക്രി ആർട്ടിസ്റ്റുകളിൽ ഒട്ടുമിക്ക ആളുകളും നല്ല നടന്മാരായിട്ടുണ്ട്, ആർട്ടിസ്റ്റുകളായിട്ട് മാറിയിട്ടുണ്ട്. അതിൻ്റെ കാരണം അവരുടെ ഒബ്സർവേഷൻ സ്കില്ല് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട മിമിക്രി താരങ്ങളുടെ പെർഫോമൻസ് അതെന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യുമല്ലോ. താങ്ക് യു സോ മച്ച്.